നിന്നെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. നീ ആ കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നീ ഒന്നും ചെയ്യാതിരുന്നിട്ടല്ല. നീ എങ്ങനെയാണെന്ന് എനിക്ക് വേറൊരാൾ പറഞ്ഞ് ബോധ്യമാകേണ്ട അവസ്ഥയില്ല. പ്രിയപ്പെട്ടവരായിരിക്കാം പറയുന്നത്, അല്ലെങ്കിൽ ഏറെ അറിയുന്ന, നിങ്ങളേറെ മനസ്സിലാക്കുമെന്ന് കരുതുന്നവരായിരിക്കാം. അല്ലേ സഹോദരി? നീ അങ്ങനെ തന്നെ. എൻ്റെ അമ്മയോട് അങ്ങനെ കാണിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എനിക്കറിയാം. ഇനിയിപ്പോൾ നീ പറഞ്ഞ് അത് മാറ്റാൻ വേണ്ടി നിൽക്കണ്ട. നിങ്ങൾ അങ്ങനെ തന്നെയാണ് മനുഷ്യ. ഞാൻ കെട്ടിക്കയറി വന്ന നാൾ മുതൽ എനിക്ക് നിങ്ങളെ അറിയാം. ഇനി വേറെ ആരുടെയും വാക്ക് എനിക്ക് കേൾക്കേണ്ടതില്ല. നീയൊക്കെ ഇങ്ങനെ തന്നെയാണ്. നിനക്കൊക്കെ വേണ്ടി ഞങ്ങളുടെ നല്ല സമയം മുഴുവൻ നഷ്ടപ്പെടുത്തിയത് വെറുതെയാണ്. ചങ്ക് കത്തിപ്പോകുന്ന വാക്കുകളുണ്ടല്ലോ, മുൻവിധിയോടെയുള്ള, സാഹചര്യങ്ങളെ ഒന്നും നോക്കാതെ, നിങ്ങളെ കേൾക്കാതെ ആ മുൻവിധി, നിങ്ങളെക്കുറിച്ചുള്ള ചിലരുടെ മുൻവിധികൾക്ക് മാറ്റം വരുവാൻ പോകുന്നു. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രഷർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. നോക്കൂ, ശമൂവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകം 1-ാം അധ്യായം 13-14 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധിക്കാൻ ഞാൻ വായിക്കാം. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിൻ്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. 15-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് നിങ്ങൾക്കൊപ്പം ചേരാം. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീ. ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. ഒരു രാത്രി ഒരു സഹോദരി പ്രഷർ ഫാമിലിയിലേക്ക് വിളിച്ചു. നിർത്താതെ കരഞ്ഞുകൊണ്ട്, ഞാനുണ്ട്, ബിജിയുണ്ട്, ഞങ്ങളുടെ മൂത്ത ആൾ, രണ്ടാമത്തെ ആളില്ല. ആ സമയത്ത് വിളിച്ച് കരച്ചിലോട് കരച്ചിൽ. ആ സഹോദരി പറയുന്നു, പാസ്റ്റർ, എനിക്ക് മരിക്കാനുള്ള ധൈര്യത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കണം. എനിക്ക് മരിക്കാൻ പേടിയാണ്. ഞാൻ 2-3 തവണ എൻ്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള കിണറ്റിൽ ചാടുവാൻ വേണ്ടി ആ കിണറ്റിനടുത്തെത്തും. പക്ഷേ എനിക്ക് പേടി. നിങ്ങൾ എനിക്ക് വേണ്ടി വേറെ ഒന്നിനും പ്രാർത്ഥിക്കേണ്ട, മരിക്കാനുള്ള ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ടും ആ സഹോദരി കരച്ചിൽ നിർത്തുന്നില്ല. ഞങ്ങൾ നല്ല കേൾവിക്കാരായി ആ രാത്രി പ്രാർത്ഥനയോടെ സഹോദരിക്കൊപ്പം ഇരുന്നു. ഒരുപാട് നേരം കരഞ്ഞു. ആ സഹോദരി സംസാരിക്കുവാനായിട്ട് തുടങ്ങി. പാസ്റ്ററെ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? എൻ്റെ അമ്മയും അപ്പനെയും നോക്കുന്നതിനേക്കാൾ എൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ഞാൻ കരുതുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. എൻ്റെ ഭർത്താവ് വിദേശത്താണ്, അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഞാനും ആ കഷ്ടപ്പാടിൻ്റെ പങ്ക് വഹിക്കുവാൻ തയ്യാറായി. എൻ്റെ കുടുംബമാണല്ലോ, എൻ്റെ വീടാണല്ലോ, എൻ്റെ മാതാപിതാക്കളാണല്ലോ, അങ്ങനെ കഷ്ടപ്പെടുന്നു. അപ്പോൾ ഇടയ്ക്ക് ഒരു വീടാകുമ്പോൾ ചില വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമല്ലോ, അഭിപ്രായ വ്യത്യാസങ്ങൾ. വാക്ക് തർക്കം എന്ന് പറയാൻ പറ്റത്തില്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമല്ലോ, അല്ലേ സഹോദരി? അതാ തുടക്കം. ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളിൽ തുടങ്ങുന്നതാണ്. തമാശ പോലെ തുടങ്ങുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെ തുടങ്ങിയ അഭിപ്രായ വ്യത്യാസത്തിലാണ്. അങ്ങനെ കരഞ്ഞ് നിൻ്റെ ജീവിതം അവസാനിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവിടെ സ്ഥാപനത്തിൽ സഹോദര, തമാശ പോലെ തുടങ്ങിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, പക്ഷെ അതിപ്പോൾ വലിയ പ്രശ്നമായി, അല്ലേ? ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു പോരേണ്ട ഒരു സാഹചര്യത്തിൽ ആ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നുണ്ടായിരുന്ന ആ സ്തോത്രം, ഇന്നുണ്ടായിരിക്കുന്ന ആ വലിയ പ്രശ്നത്തിന് കർത്താവ് പരിഹാരം തരുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. അപ്പോൾ ആ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് തൻ്റെ നാട്ടിൽ തൻ്റെ ഭർത്താവിൻ്റെ അമ്മയെ വിളിച്ചപ്പോഴത്തേക്കും ആ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ചൂടിൽ നിന്നുകൊണ്ട് ആ അമ്മ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം സുഖമില്ലാതെ കിടന്നു, നിൻ്റെ ഭാര്യ എനിക്ക് ദാഹിച്ച വെള്ളം തന്നില്ല, ഞാൻ വലിച്ചു കിടക്കുകയാണ്. ദേഷ്യം വരുമ്പോൾ മനുഷ്യൻ പറയുന്നതായിരിക്കാം. പുള്ളി ഉടനെ ഭാര്യയെ വിളിച്ചു. അപ്പോൾ പുള്ളി വിദേശത്താണല്ലോ, വിദേശത്തായിരിക്കുന്നവർക്ക് പ്രിയപ്പെട്ടവരുടെ അടുത്ത് ഭയങ്കര സെൻറ്റിമെൻസ് ആയിരിക്കും.
പക്ഷേ പലർക്കും മാതാപിതാക്കളോട് മാത്രമേ സെൻറ്റിമെൻറ്റ്സ് കാണാറുള്ളൂ. സഹോദരിമാരോട്, ഭാര്യമാരോടൊക്കെ സെൻറ്റിമെൻറ്റ്സ് അല്പം കുറവാണ്. അത് പാടില്ല കേട്ടോ. സെൻറ്റിമെൻറ്റ്സ് വേണം, എല്ലാവരുടെ ഒരുപോലെ വേണം. ആ പക്ഷാഭേദം, പന്തിയിൽ പക്ഷാഭേദം, അത് മാറുവാൻ പോകുക. സഹോദരി പ്രാർത്ഥിക്കുക. നിൻ്റെ ഭർത്താവ് മാതാപിതാക്കളെ കൺസിഡർ ചെയ്യുന്നതിലും അവരെ കരുതുന്നതിലും അവരെ സ്നേഹിക്കുന്നതിലും ഒന്നും നിനക്ക് പരാതിയില്ല. നിൻ്റെ ആവശ്യം അതുപോലെ നിന്നെയും സ്നേഹിക്കണം. അത് നടക്കുന്നില്ല അല്ലേ? ആ പക്ഷാഭേദം മാറുവാൻ പോകുക. യെസ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കാൻ. അപ്പോൾ വിളിച്ചിട്ട് ഈ സഹോദരിക്ക് സംസാരിക്കുവാൻ അവസരം കിട്ടുന്നതിന് മുമ്പേ അവിടെ നിന്നും സംസാരിക്കും. നീ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ വേണ്ടി. എങ്ങനെ അറിയാമെന്ന്? എന്തറിയാമെന്ന്? ചുമ്മാ അങ്ങ് പറയുക ദേഷ്യം വന്നിട്ട്. ആ സഹോദരി പറഞ്ഞ്, പാസ്റ്റർ ഇത് കഴിഞ്ഞിട്ട് 2 ദിവസമേ ഉള്ളൂ. 2 ദിവസം കൊണ്ട് എൻ്റെ ഭർത്താവ് എന്നെ വേണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് തിരിച്ച് വീട്ടിലോട്ടൊന്നും പോകാൻ പറ്റില്ല, ഞാൻ ചത്തുകളയും. രാത്രി ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സഹോദരിയോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, സഹോദരി അവർക്കൊക്കെ മുൻവിധികളാണ്. ആമേൻ. നന്നായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന വീട്ടിനകത്ത് പെട്ടെന്ന് പ്രശ്നം വന്നപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ചെറിയൊരു വഴക്ക് നടക്കുമ്പോൾ, ചെറിയൊരു പിണക്കം വരുമ്പോൾ, കൂട്ടുകാർ തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ, ബന്ധുക്കൾ തമ്മിൽ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ കഠിന വാക്കുകൾ സംസാരിക്കുന്നത്? ഇവർക്ക് ചില മുൻവിധികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ചില പ്രശ്നങ്ങൾ നടക്കുന്നത് നല്ലതാണ്. ഇവരുടെയൊക്കെ മുൻവിധി നമുക്കറിയാൻ പറ്റും. ഈ പലരും പറഞ്ഞ് വെച്ചിരിക്കുന്നതെല്ലാം കേട്ട് മനസ്സിനകത്ത് വച്ചിരിക്കും. ഭാര്യ എന്നാൽ ഇങ്ങനെയാണ്, അമ്മയെ നോക്കത്തില്ല, അപ്പനെ നോക്കത്തില്ല, അങ്ങനെ. അമ്മായി അമ്മ എന്നാൽ ഇങ്ങനെയാണ്, അങ്ങനെയാണ്. വിദേശത്തുള്ള ഭർത്താവെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, അവരങ്ങനെ. ഇതൊക്കെ കേട്ട് പല മുൻവിധികൾ. അമ്മേ, ഇവിടെ നോക്കിയേ, ഈ ഏലി എന്ന് പറയുന്ന ഒരു പുരോഹിതൻ, താടിക്കാരൻ, വയസ്സായി, കണ്ണൊന്നും നേരെ കണ്ടുകൂടാ. പുള്ളി ഹന്ന ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞ്, പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ദൈവത്തോട് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഈ പുരോഹിതൻ പറയുക, ഇവൾ അടിച്ച് ഫിറ്റായി വന്നിരിക്കുകയാണ്. ആമേൻ. മുൻവിധിയാ പലർക്കും. സാഹചര്യങ്ങളെ വിശകലനം ചെയ്യാനോ മനസ്സിലാക്കുവാനോ ആർക്കും താല്പര്യം. മുൻവിധി. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അമ്മ അങ്ങനെ തന്നെ, മക്കളങ്ങ് ഡിക്ലെയർ ചെയ്യുക, തീർന്നു. അമ്മ അങ്ങനെ തന്നെ. ഭർത്താവ് പറയും അവളങ്ങനെ തന്നെ. ഭാര്യ പറയും അങ്ങേരങ്ങനെ തന്നെ. ആ പാസ്റ്റർ അങ്ങനെ തന്നെ. ആ ജോലിക്കാരൻ അങ്ങനെ തന്നെ. അവനങ്ങനെ. ഈ മുൻവിധി, വ്യക്തമായി മനസ്സിലാക്കാത്ത മുൻവിധി. നോക്കൂ, പലരുടെ വാക്കുകളെ തുടർന്നുണ്ടായ ആ ചില ചിന്തകളാണ് ആ മുൻവിധിക്ക് കാരണം. പെട്ടെന്നുണ്ടായ കാര്യമാണ് കേട്ടോ. ഏകദേശം 4 വർഷത്തോളം ഈ സഹോദരി, അന്ന് രാത്രി മരണത്തിന് അവരെ വിട്ടുകൊടുത്തില്ല. പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുന്നവരൊക്കെ അറിയാം, ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല മരണത്തിനൊന്നും. ആമേൻ. നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് നിങ്ങളെന്ത് പ്രതീക്ഷിച്ചാണോ, എന്ത് നഷ്ടപ്പെട്ടിട്ടാണോ നിങ്ങൾ കണ്ണുനീരോടെ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുന്നത്, അത് തിരികെ പ്രാപിച്ച് ജീവിതത്തിലേക്ക് നിങ്ങളെ നടന്നു കയറുവാൻ, നിങ്ങൾക്കൊപ്പം നിൽക്കുവാൻ പ്രൈസർ ഫാമിലിക്ക് കഴിയും. ഇന്ന് വരെയുള്ള ആ ഡേറ്റാസ് മുൻനിർത്തി, സാക്ഷ്യങ്ങൾ മുൻനിർത്തി ഞങ്ങൾക്കത് പറയുവാനായിട്ട് കഴിയും. അപ്പോൾ 4 വർഷം എടുത്തു. പക്ഷേ സഹോദരി ഞങ്ങളുമായി സംസാരിച്ചു, പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. നമ്മുടെ എല്ലാ മാസമുള്ള ഉപവാസ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുവാനായിട്ട് തുടങ്ങി. നിങ്ങൾക്കറിയാമല്ലോ, പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും എത്ര ദൂരത്തായിരുന്നാലും നിങ്ങളത് മാത്രമേ വിഷയത്തിന് വേണ്ടി ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്തോ, ഞാൻ പറഞ്ഞുതരാം. അത് വലിയ ബ്ലെസ്സിങ് ആയിരിക്കും. 4 വർഷം കഴിഞ്ഞു ഈ മുൻവിധിയും തെറ്റിദ്ധാരണയൊക്കെ മാറാനായിട്ട്. 4 വർഷം കഴിഞ്ഞപ്പോൾ ഈ അമ്മ തന്നെ പറഞ്ഞു, എടാ ഞാൻ അന്ന് ദേഷ്യത്തിൽ പറഞ്ഞതാണ്, ഇവളെപ്പോലൊരു മോളെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്, നിൻ്റെ ഭാഗ്യമാണ്. 4 വർഷത്ത് കഷ്ടപ്പെടുത്തിയിട്ട് എന്തായാലും പറഞ്ഞു. ആമേൻ. അല്പം കഷ്ടപ്പെട്ടാലും ആ കഷ്ടപ്പെടലിനെ മറക്കും വിധത്തിലുള്ള നല്ലത് നിൻ്റെ ജീവിതത്തിൽ തന്ന് എൻ്റെ ദൈവം നിന്നെ മാനിക്കും. മുൻവിധിയോടെ നിന്നെ അവഗണിച്ചവർ തന്നെ. സഹോദര, പലരും പറയുന്നത് കേട്ട് നിന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ നിൻ്റെ ഭാര്യ തന്നെ നിനക്കൊപ്പമേ ജീവിക്കൂ എന്ന് പറയുന്ന നാളുകളെ എൻ്റെ ദൈവം ഒരുക്കുവാൻ പോകുക. പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? മാതാവേ, പിതാവേ, പലരും പറയുന്നത് കേട്ട് പലരും കുത്തിവെച്ച വിഷത്തെ തുടർന്ന് നിങ്ങളെ വെറുത്ത നിങ്ങളുടെ മക്കൾ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന നാളുകൾ. പ്രിയ സിസ്റ്റർ, നിൻ്റെ
ഭർത്താവ് നിന്നെ ചേർത്ത് പിടിക്കുന്ന ദിവസങ്ങളെ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നീ കാണുവാൻ പോകുന്നു. നിന്നെ വേണ്ട എന്ന് പറഞ്ഞ ആ സ്ഥാപനം നിനക്ക് വേണ്ടി വാതിൽ തുറന്നിട്ട് വെയിറ്റ് ചെയ്യുന്നത് നീ കാണുവാൻ പോകുന്നു. റെഡിയാണോ? എവിടെയാണോ മുൻവിധികളുടെ മുൻപിൽ നീ തളർന്നു പോയത്, നീ തകർന്നു പോയത്, അവിടെ നീ മാനിക്കപ്പെടുവാൻ പോകുന്നു. നോക്കൂ, ഇവിടെ ആ സ്ത്രീ മദ്യപിച്ച് ബഹളം വയ്ക്കുന്നു. സ്ത്രീ മറ്റാരുമല്ല, ഹന്ന ബഹളം വയ്ക്കുന്നു എന്ന് പറഞ്ഞ മനുഷ്യൻ തന്നെ ഹന്നയോട് തിരികെ പറയുക, അതിന് ഏലി 17-ാമത്തെ വാക്യത്തിൽ സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആരാണോ മുൻവിധിയോടെ ഇവളെ മാനസികമായിട്ട് തകർത്തത്, അവനിൽ നിന്ന് തന്നെ അവരുടെ ലൈഫ് മാറുന്ന ആശീർവാദം അവർക്ക് ലഭിക്കുക. വിശ്വസിക്കുവാൻ റെഡിയാണോ? ഒപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും. മുൻവിധിയോടെ ആരാണോ നിങ്ങളുടെ ജീവിതത്തെ വലിയ പ്രതിസന്ധിയിൽ കൊണ്ടിടുന്ന തീരുമാനങ്ങൾ എടുത്തത്, വാക്കുകൾ പറഞ്ഞത്, അവർ തന്നെ നിങ്ങളുടെ ലൈഫ് ബ്ലെസ്സിങ് ആകുന്ന, ആശീർവാദം, അനുഗ്രഹമാകുന്ന കാര്യങ്ങളെ അവർ ചെയ്യുവാൻ പോകുന്നു. അങ്ങനെ അവർ ചെയ്യുവാൻ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടേത് മാത്രമായ വിഷയത്തിനു വേണ്ടി അവരുടെ മനോഭാവവും മുൻവിധിയുമൊക്കെ മാറാനും നിങ്ങളെ ചേർത്ത് പിടിക്കുവാനും ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും അതിനുള്ള അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമുക്ക് ലൈവ് മീറ്റിംഗ് ഉണ്ട് കേട്ടോ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വിശുദ്ധ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വാർഷിപ്പ് സെൻറ്ററിൽ വെച്ച് നിങ്ങൾ ജോയിൻ ചെയ്ത് നോക്കൂ. ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. ആത്മനിറവിലുള്ള ഒരു ആരാധന, ദൈവിക നിയോഗത്താലുള്ള ഒരു മുന്നേറ്റം നിശ്ചയമായി ഉറപ്പാണ് കേട്ടോ. എന്നാ കണ്ടോ, വിശ്വസ്ത കർത്താവേ നല്ലത് മേടിയൊപ്പമായിരിക്കുന്നു. ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പലരുടെ മുൻവിധികളാൽ ഹൃദയം തകർന്നായിരിക്കുന്നവർ, ജീവിതങ്ങളിൽ സപ്രേഷൻ്റെ വക്കിലായിരിക്കുന്നവർ, കോടതികൾ കയറിയിറങ്ങുന്നവർ, ആത്മഹത്യ മാത്രം മുൻപിലെന്ന് ചിന്തിച്ചായിരിക്കുന്നവർ, സ്വർഗമങ്ങ് പ്രവർത്തിക്കണം. എല്ലാ മുൻവിധികളും മാറിപ്പോകട്ടെ. ഇവർ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പലരുടെയും വാക്കുകൾ കേട്ട് ഇവർക്ക് വിരോധമായി നിന്നവർ തന്നെ ഇവരുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ തക്ക ശക്തി കേന്ദ്രങ്ങളായി മാറട്ടെ. തൊഴിലിടത്തിൽ ഇവർക്ക് വിരോധമായി നിന്നവർ തന്നെ ഇവർക്ക് അനുകൂലമായി മാറട്ടെ. തൊഴിലിടത്തിലെ എല്ലാ വെല്ലുവിളികളും മാറട്ടെ. ശത്രുക്കൾ മിത്രങ്ങളാകട്ടെ. സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കട്ടെ. വിദേശ യാത്രകൾക്കുള്ള എല്ലാ തടസ്സങ്ങളും മാറട്ടെ. മാനുഷികമായ പൈശാചികമായ വെല്ലുവിളികൾ മാറട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. വിദേശ പഠനത്തിനായി ഒരുങ്ങിയായിരിക്കുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വഴികളെ തുറക്കണമേ. കരങ്ങളിൽ വേണ്ടത് നൽകണമേ. നല്ല റിസൾട്ടുകൾ നൽകി മാനിക്കണമേ. പഠന നിലവാരം ഉയരട്ടെ. അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ ചെയ്യുന്നതൊക്കെ സാധ്യമായി തീരട്ടെ. ഇത് ഇവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. താങ്ക് യു ലോർഡ്. അങ്ങ് ഇവരോട് കൂടിയിരിക്കണമേ അപ്പാ. യേശുവേ, ഇവരിലെ രോഗികളെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ സൗഖ്യമാക്കുന്നു. എല്ലാ രോഗബന്ധനങ്ങളുമായി ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. സൂയിസൈഡ് ടെൻഡൻസികൾ മാറട്ടെ. കടഭാരങ്ങൾ, പലിശക്കടകൾ മാറിപ്പോകട്ടെ. ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. അപ്പോൾ ഇവർ ആരുടെ മുമ്പിലും ഒന്നിനും തലകുനിക്കുവാൻ അനുവദിക്കരുത്. ഇതവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ നൽകണമേ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ഒപ്പം നിങ്ങളും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം, പ്രാപിക്കാം. അവരുടെ അഭിപ്രായമൊക്കെ മാറും. അവർ തന്നെ നല്ലത് പറയും. അതുകൊണ്ട് സങ്കടപ്പെടേണ്ട. ഞങ്ങൾ കൂടെ ഉണ്ട്. നാളെ ഇതുപോലെ വെച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ടെങ്കിലും പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും
വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.